الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم من يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അവൻ ഒരുക്കിയിട്ടുള്ള മഹത്തായ പരലോകത്തെ സുഖാനുഭവങ്ങളുടെ ലോകമായ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്ന, നരകത്തിലേക്ക് എത്തുന്ന സകല പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ജീവിതവുമായി മുന്നോട്ടു പോകാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ ഖുതുബക്ക് വന്നവരൊക്കെ പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരിക്കുവാനും മുൻപിലുള്ള സൊഫുകളൊക്കെ പൂർത്തീകരിച്ച് വിടവുകളില്ലാതെ ഇപ്പോൾ തന്നെ കയറിയിരിക്കാൻ ശ്രദ്ധിക്കുക. ആളുകൾ വരുന്ന വഴിയിൽ, വാതിൽ തുറന്നകത്തേക്ക് വരുന്ന വഴികളിൽ ഇപ്പോൾ തന്നെ ഇരിക്കാതെ മുൻപിലെ സൊഫുകൾ ഓരോന്ന് പൂർത്തിയാക്കുക. അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ, ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ സമ്പത്ത് ഒരു സുപ്രഭാതത്തിൽ വേണമെങ്കിൽ ഇല്ലാതെയാകാം. ദിനേന എന്നോണം നാം പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കച്ചവട സ്ഥാപനം ഒരു പ്രഭാതത്തിൽ ഞെട്ടി ഉണരുമ്പോൾ കത്തി നശിപ്പിക്കപ്പെട്ടേക്കാം. നാം നെയ്തെടുത്ത, നാം സമ്പാദിച്ചെടുത്ത ജീവിതത്തിന്റെ പല സാധനങ്ങളും ചിലപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടില്ലാതെയാകാം. പക്ഷേ നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസാരം, നമ്മുടെ സൽഗുണങ്ങൾ ലോകത്ത് നശിക്കാതെ ജ്വലിച്ചു നിൽക്കുമെന്നത് നമുക്കെല്ലാം അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാം മരിച്ച് കാലങ്ങൾ കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് പറയാവുന്ന നന്മകളുണ്ടെങ്കിൽ അതങ്ങനെ മുറിഞ്ഞു പോകുന്ന ഒന്നല്ല. സ്വർഗക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെത്താനുള്ള കാരണം പറഞ്ഞതിൽ അല്ലാഹുവിനുള്ള തഖ്വയാണ്. 2 വഹ്സനുൽ ഖുലുഖി, സൽ സ്വഭാവമാണ്. ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന
ഒരു മഹത്തരമായ ഗുണമാണ്. സൽഗുണങ്ങൾ ഇല്ലാതെ പോകുന്ന വ്യക്തികളുടെ എണ്ണം വർദ്ധിക്കും. സൽഗുണങ്ങൾ ഉണ്ടാകുന്ന സൽസ്വഭാവികളുടെ ദറജ എന്ന് പറയുന്നത് പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നവന്റെ, രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ ദറജയാണ് നല്ല സ്വഭാവത്തോടെ മനുഷ്യരോട് പെരുമാറുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, ഒരാളുടെ സംസാരമാണ് ഒരാളുടെ സ്വഭാവത്തിന്റെ മികച്ചത്. അയാൾ എത്ര നിസ്കരിച്ചു, എത്ര കൊടുത്തു, എത്ര ഹജ്ജ് പോയി, എത്ര ഉംറക്ക് പോയി, ഇതൊന്നുമല്ല ഒരാളുടെ സ്വഭാവത്തിന്റെ മികവ് കാണിക്കുന്നത്. അയാളുടെ സംസാരമാണ്. അയാൾ തന്റെ കുടുംബത്തോട്, മക്കളോട്, ഭാര്യയോട്, നാട്ടുകാരോട്, മഹല്ലുകാരോട്, കച്ചവടക്കാരോട്, കസ്റ്റമറോട് എങ്ങനെ സംസാരിക്കുന്നു എന്നതാണ് അയാളുടെ മികവും ക്വാളിറ്റിയും തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളും വായിക്കുന്നിടത്ത് കാണാൻ സാധിക്കും, നിങ്ങൾ നല്ലത് പറയണം. ഖൂലൂ ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല ചൊവ്വായ സംസാരം നടത്തണം. സംസാരം ശരിയായാൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാകും. സംസാരം മികച്ചതായാൽ പ്രവർത്തനം മികച്ചതായി മാറും. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയാണ്, 3 ദുർഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത് നിങ്ങൾക്ക് നാശമുണ്ടാക്കും. ആ 3 ദുർഗുണങ്ങൾ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തും, സംസ്കാരമില്ലാതെയാക്കും, കുടുംബം തകർക്കും, സൗഹൃദങ്ങൾ തച്ചുടക്കപ്പെടും, മഹല്ലുകൾ ഭിന്നമാകും, മനുഷ്യർക്കിടയിൽ അത്തരത്തിലുള്ള അസൂയാവഹമായ പ്രവണതകൾ വ്യാപിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ താക്കീത്, വിശുദ്ധ ഖുർആനിനകത്ത് ആ 3 ദുർഗുണങ്ങൾ എന്നെ ഒരൊറ്റ ആയത്ത് കൊണ്ട് വിശദീകരിച്ചു. സൂറത്തുൽ ഹുജറാത്ത് ഒട്ടനേകം കാര്യങ്ങൾ ആയത്തിനകത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറം മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒന്നാമത് ഒഴിവാക്കേണ്ടുന്ന ദുർഗുണമെന്നത് ഊഹമാണ്, സംശയമാണ്. അങ്ങനെ നിങ്ങൾ ആ സംശയങ്ങളെ, ഊഹങ്ങളെ ഒഴിവാക്കണം. കാരണം ചില ഊഹങ്ങളൊക്കെ വലിയ പാപങ്ങളായിരിക്കും. ഒരിക്കലും നമ്മൾ തെളിവുകളില്ലാതെ, ഉറപ്പില്ലാതെ, സാക്ഷികളില്ലാതെ ആളുകളെ കുറിച്ച് ഊഹം പ്രചരിപ്പിക്കുന്നവരായി മാറരുത്. ഊഹിച്ച സ്വഭാവം ഉണ്ടാകരുത്. ഭർത്താവിന് ഭാര്യയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാവരുത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചുള്ള അമിതമായ സംശയങ്ങൾ ഉണ്ടാവരുത്. സംശയ രോഗം അധികരിച്ചതുകൊണ്ട് ഇന്ന് നാട്ടിൽ ഒരുപാട് ദാമ്പത്യങ്ങൾ തച്ചുടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജ്യേഷ്ഠാനുജന്മാർ വരെ അകന്ന് കഴിയുന്ന അവസ്ഥകളുണ്ട്. കുടുംബങ്ങൾക്കകത്ത് ഛിന്ന ഭിന്നമാക്കപ്പെട്ട അവസ്ഥകൾ ഇന്ന് ഊഹത്തിന്റെ പേരിൽ. അവൻ അങ്ങനെയായിരിക്കാം എന്നത് ഊഹിക്കുക, അയാൾ അത് ചെയ്യാനുള്ള കാരണം ഇതായിരിക്കാം എന്ന് ഊഹിക്കുക, അയാൾ ആ പറഞ്ഞത് എന്നെ കുറിച്ചായിരിക്കാം എന്ന് ഊഹിക്കുക. പിന്നെന്തു പറ്റും? പിന്നെ മനുഷ്യർക്കിടയിൽ എന്തായിരിക്കും ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാതെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിക്കരുത്. അത് നിങ്ങൾ ഒഴിവാക്കണം. അത്തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്യപ്പെടണം. 2ാമത് ആയത്തിൽ പറഞ്ഞത് വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുക, ഇനിയിപ്പോ ഹക്കും ബാത്തിലൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അവനവന്റെ ഒരു പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി, തന്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഏത് ദീനിനെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് മാറാപ്പ് ചുമക്കുന്നവരായി നമ്മൾ മാറരുത്. നമുക്കെവിടെയും ഒരു ദീനുണ്ട്. നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. അവിടുത്തെ രഹസ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കരുത്. ഇവിടുത്തെ രഹസ്യങ്ങൾ അവിടെ കൊടുക്കരുത്. അത് ഏത് വ്യക്തി എവിടെ പ്രവർത്തിക്കുന്നവനാണെങ്കിലും, രാഷ്ട്രീയം മാത്രമല്ല, പൊതു ഇടങ്ങളിലെ, കുടുംബങ്ങളിലെ, മഹല്ലുകളിലെ നന്മകളിലെ സ്വകാര്യതകളെ പാലിക്കേണ്ടിടത്ത് പാലിക്കാനും പറയാൻ പാടില്ലാത്തിടത്ത് പറയാതിരിക്കാനും ഒരു വിശ്വാസിക്ക് കഴിയണം. അവനൊരു ചാരനായി മാറരുത്. വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. വലിയ ഗൗരവത്തോടെ ആ വാക്കുകൾ ഖുർആനിന്റെ സമീപന രീതി നോക്കൂ നിങ്ങൾ. 3ാമത് പറയാണ് വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും ഗീബത്ത് പറഞ്ഞ് നടക്കരുത്. ഗീബത്ത് പറയാ, ഒരു വ്യക്തിനെ കുറിച്ച് അയാൾ ഇല്ലാത്ത സമയത്ത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്കിടയിൽ ചർച്ച ചെയ്യുക, അത് പറഞ്ഞു നടക്കുക.
എന്നിട്ട് ഖുർആൻ ആ കാര്യം ഒന്ന് വിശദീകരിച്ച് പറയുകയാണ്. അയുഹിബ്ബു അഹദുക്കും മൻ യഅകുല ലഹ്മ അഖീഹി മൈത. നിന്റെ ഒരു സഹോദരൻ, ആ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അവന്റെ പച്ചയായ മാംസം ഇങ്ങനെ അരിഞ്ഞു നുറുക്കിയിട്ട് ഓരോ കഷ്ണങ്ങൾ എടുത്ത് തിന്നാൻ നിനക്ക് ഇഷ്ടമാണോ? ഫകരിഹ്തുമൂഹു, നീ അത് വെറുക്കുന്നുണ്ടല്ലേ? ചെയ്യൂലല്ലോ, നിനക്ക് മടിയല്ലേ, നീ അത് ചെയ്യൂ? ഒരു മരിച്ചു കിടക്കുന്ന ജനാസയുടെ കഷ്ണങ്ങൾ, ഇറച്ചി കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് തിന്നാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, നീ അത് വെറുക്കുന്നു. അതുപോലെയാണ് ജീവിതകാലത്ത് ഒരു മനുഷ്യന്റെ ഗീബത്തായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് പറഞ്ഞു നടക്കൽ, അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് അയാളുടെ അസാന്നിധ്യത്തിൽ പറഞ്ഞു നടക്കൽ നിങ്ങൾ ഒഴിവാക്കണം. വത്തഖുല്ലാഹ്, എന്നിട്ട് അല്ലാഹനെ സൂക്ഷിക്കണം. സ്വാഭാവികമായി മനുഷ്യരാണ്, ചിലതൊക്കെ അറിയാതങ്ങ് പറഞ്ഞു പോയിട്ടുണ്ടാകും. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ല തൗബ സ്വീകരിക്കുന്നവനാണ്, അല്ല കാരുണ്യവാനാണ്. നോക്കൂ, ഇതൊക്കെ സംഭവിക്കാം മനുഷ്യ. അങ്ങനെ സംഭവിച്ചാൽ തന്നെയും അല്ല തൗബ സ്വീകരിക്കും. അല്ല കാരുണ്യവാനാണ്. നമ്മുടെ നാവായിരിക്കും നമ്മുടെ സ്വർഗനരകം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നല്ലവണ്ണം ഇരുന്ന് ആലോചിക്കാം. ഇനി ഉലമാക്കന്മാര് തഫ്സീറുകളിലൊക്കെ ഈ ആയത്ത് വിശദീകരിച്ചപ്പോ ഗീബത്തിനെ ഏറ്റവും കൂടുതൽ പേജുകൾ എടുത്ത് വിശദീകരിച്ചു. അതെന്തേ? അത് സമൂഹത്തിൽ വ്യാപകമാണ്. മറ്റു രണ്ടെണ്ണത്തേക്കാൾ കൂടുതൽ സമൂഹത്തിൽ വ്യാപകമാവുകയും വളരെ സില്ലിയായി തോന്നുകയും എത്ര നിസ്കരിക്കണോർക്കും നോമ്പ് നോൽക്കണോർക്കും മാറ്റാൻ പറ്റാത്ത ദുശ്ശീലമായി ഉലമാക്കന്മാരത് എടുത്തു പറയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് വന്ന സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ, ഈ ഗീബത്ത് എന്ന് പറയുന്നത് എന്താണ് നബിയേ? ഇതെന്താണ് സംഭവം? എങ്ങനെയാണ് ഗീബത്ത് എന്ന് പറഞ്ഞ സംഭവിക്കാം? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലളിതമാണ്, ആർക്കും മനസ്സിലാകാതെ പോകൂല. ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരനെ കുറിച്ച് അവൻ വെറുക്കുന്ന കാര്യങ്ങൾ നീ പറയലാണ് ഗീബത്ത്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നീ പറഞ്ഞു നടക്കുന്നുണ്ടോ, നീ ഗീബത്ത് പറയുന്നവനാണ്. അതിന് വേറൊരു വാക്കും പറയാനില്ല. അതിന് ഏത് മീഡിയ ഉപയോഗിച്ചാലും വാക്ക് അത് തന്നെയാണ്. വാക്കത് തന്നെയാണ്. ടൈപ്പ് ചെയ്താലോ അതും അതിൽ പെട്ടതാണ്. എന്നിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും, സ്വഹാബത്ത് ചോദിക്കണേ, നബിയേ, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, എന്റെ സഹോദരനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്, അവനിൽ ഉള്ള കാര്യമാണെങ്കിലോ? അങ്ങനെ സംഭവമുണ്ട്, ശരിക്കുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിലോ? ഖാല ഇൻ കാന ഫീഹി മാ തഖൂലു, അവനിൽ ഉള്ളതാണ് നീ പറയുന്നതെങ്കിൽ ഫഖദി ഗതബ്ത, നീ അവനെ കുറിച്ച് ഗീബത്ത്, പരദൂഷണം പറഞ്ഞുപോയി. ഉള്ളത് പറഞ്ഞ പരദൂഷണാണ്, അവർക്ക് ഇഷ്ടമല്ലാതെ പറയാൻ പാടില്ല. ഇനി ഇല്ലാത്തതാണ് നീ അവനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ വഇല്ലം യകും ഫീഹി മാ തഖൂലു ഫഖദ് ബഹത്ത, നീ അവനെ കുറിച്ച് കളവ് പറഞ്ഞവനായി മാറുകയും ചെയ്തു. രണ്ടും പറ്റൂല. അവൻക്കൊരു കുറവുണ്ട്, ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് ഗീബത്തുമായി, ഇല്ലാത്തത് പറഞ്ഞ അത് കളവും ഏഷണിയുമായി മാറും ചെയ്തു. രണ്ടും അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇമാം റാഗിബ് റഹിമഹുല്ലാഹ് ഗീബത്ത് എന്ന പദം വിശദീകരിച്ച പണ്ഡിതനാണ് ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കിതാബ് കാണാം, ഓരോ പദങ്ങളുടെ വിശദീകരണം. അൽ ഗീബ എന്ന പദം കൊണ്ട് ഹിയ അൻ യദ്കുറൽ ഇൻസാനു, ഒരു മനുഷ്യൻ പറയലാണ്, ഗൈബ ഗൈരിഹി മിൻ ഗൈരി മുഹ്വജിൻ ഇലാ ദിക്രി ദാലിക്, ഒരു ആവശ്യവുമില്ലാതെ ഒരാളെ കുറിച്ച് മറ്റുള്ളവനോട് പറഞ്ഞു നടക്കലെല്ലാം ഇതിൽപ്പെട്ടു. നമ്മൾ പറയണതിന്റെ മുമ്പ് ആലോചിക്കണം, ഞാൻ അവനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? ഞാനത് ഇവനോട് പറയേണ്ട ആവശ്യമുണ്ടോ? കാര്യങ്ങൾ വളരെ ബോധ്യപ്പെട്ട് 4 തവണ ചിന്തിച്ചിട്ട് വേണം അതിലേക്ക് പോകാൻ എന്നർത്ഥം. എന്താണ് ഇത്ര വലിയ പ്രശ്നം? മനുഷ്യന്മാരൊന്ന് മനസ്സിലാക്കണം. ഒരൊറ്റ സംഭവം പറഞ്ഞുതരാം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിനെ തവാഫ് ചെയ്യണം. ഇതിനേക്കാൾ മഹത്തരമായ വേറെന്താ ഉള്ളത്? കഅബാലയത്തിനെ തവാഫ് ചെയ്യുക എന്നത് എത്ര മഹത്വമാണ്. അള്ളാഹു ഏറെ ആദരിച്ച കഅബാലയത്തിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ കഅബയുടെ നേർക്കുനേരെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കഅബ, നീ എത്ര വലിയ അനുഗ്രഹീതനാണ്, എന്തൊരു ആദരവാണ് നിനക്ക് നൽകിയിരിക്കുന്നത്. ഹദീസിൽ കാണാൻ സാധിക്കും ആ പദങ്ങൾ, മാ അഅ്ളമകി വ അഅ്ളമ ഹുർമതകി, എന്തൊരു പവിത്രതയാണ് നിനക്ക്, എന്തൊരു പരിശുദ്ധതയാണ് നിനക്ക് നൽകിയിട്ടുള്ളത്.
എന്നിട്ട് നബി തങ്ങൾ പറയാ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അല്ലാഹുവാണേ സത്യം. ഇനി പറയാൻ പോണത് ശ്രദ്ധിക്കണം. ലഹുർമത്തുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അഅ്ലമു ഇൻദല്ലാഹി ഹുർമതൻ മിൻക, നിന്നെക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് പവിത്രതയുണ്ട് ഒരു മുഅ്മിനിന്. വമാലുഹു, അവന്റെ സമ്പത്തിന്, വദമുഹു, അവന്റെ രക്തത്തിന്. പ്രിയപ്പെട്ടവരെ, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഒരു കഅബാലയത്തിന്റെ നേർക്ക് ചൂണ്ടിയിട്ടാ പറയുന്നത്, കഅബയേക്കാൾ പവിത്രമാണ് ഒരു മുഅ്മിനിന്റെ അഭിമാനം. അത് ചീന്തരുത്, അത് തച്ചുടക്കരുത്. ഒരു മുഅ്മിനിന്റെ സമ്പത്ത്, അതുപോലെ ഒരു മുഅ്മിനിന്റെ രക്തം എന്നത് കഅബയേക്കാൾ പവിത്രമായി കാണേണ്ടതാ. അതിന് അന്യായം കടന്നു വരാൻ പാടില്ല, അതിനെ തകർക്കാൻ പാടില്ല. ആ പരിശുദ്ധി സംരക്ഷിക്കേണ്ടവനാണ് അവൻ. ഒരു മുഅ്മിൻ അറിയണം, അവന്റെ നാവ്, അവന്റെ ആ അവയവം കൊണ്ട് സ്വർഗനരകം തീരുമാനിക്കപ്പെടുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് ഉലമാക്കന്മാര് പറയുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഒരു ദിവസം നബി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അവന്റെ പണി എന്താ? അവൻ ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കുന്നവനാ. ഒരു വ്യക്തിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ അയാളിൽ ഉള്ളതുപോലെ നടന്ന് പാടി പ്രചരിപ്പിക്കുന്നവനാണ് നമ്മാം. സ്വർഗത്തിലെത്തൂല, സ്വർഗത്തിൽ അയാൾ എത്തൂല. അതിന്റെ ഗൗരവം എന്താ വിശദീകരിക്കുന്നത്? അതുകൊണ്ട് മനുഷ്യൻ അവന്റെ നാവിനെയും അവന്റെ സംസാരത്തെയും വളരെ ചിട്ടയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് എത്തും. ഒരു സെന്റൻസ് വേണമെന്നില്ല, നമ്മുടെ ഒരു വാക്ക് മതിയാകും അപകടം വരുത്താൻ. ഒരു വാക്ക്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബ വനിതകളുടെ കൂട്ടത്തിൽ, അല്ലേ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ, അവിടുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ സഫിയ റളിയല്ലാഹു അൻഹാ എന്ന തന്റെ പ്രിയപ്പെട്ട മറ്റൊരു ഭാര്യയെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞു. ഖുസൈറ എന്ന അർത്ഥം വരുന്ന, കുറിയവൾ എന്ന അർത്ഥം വരുന്ന, ഉയരം കുറഞ്ഞവൾ എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് പറഞ്ഞു. അതൊരു വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഘടകമല്ലേ? നമ്മൾ പ്രയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു കുറിയവൾ എന്ന അർത്ഥം വരുന്ന ഒരു പരാമർശ രൂപത്തിൽ ഒരു സംസാരം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ ആയിഷ, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹിരി ലമസജ്ത, നീ പറഞ്ഞ ഈ വാക്ക് ഒരു കടലിലങ്ങ് കൊണ്ടുപോയി മുക്കിയാൽ ആ കടല് മുഴുവൻ മലിനമാകാം മാത്രം ഗൗരവമുള്ള വാക്കാണ് പറഞ്ഞത്. ഒരു വാക്ക്, സെന്റൻസ് ഇല്ല. ആ വാക്ക് സമുദ്രം മുഴുവൻ കലരാൻ മാത്രമുള്ള വിഷം കലർന്നതാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് വ സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെയും ആശയങ്ങളുടെയും ഒക്കെ അവസ്ഥ ഏതറ്റം വരെ പോകുമെന്ന പേടി നമ്മുടെ മനസ്സിനുണ്ടാവണം. സൂക്ഷിക്കുക. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അവസാനം നമുക്ക് ലഭിക്കുക? ഒന്ന്, നമ്മൾ ചെയ്ത നന്മകൾ മുഴുവൻ തകർക്കപ്പെടും. എന്റെ വാക്കല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ലോകത്തിന്റെ ഗുരുവായ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വഹാബത്തിനോട് ചോദിക്കുക, മുഫ്ലിസ് നിങ്ങൾക്കറിയുമോ? മുഫ്ലിസ്, പാപ്പരായവർ. സ്വഹാബത്ത് പറഞ്ഞു, വസ്ത്രങ്ങളില്ലാത്ത, സമ്പത്തില്ലാത്ത, വീടില്ലാത്ത, സുഖാനുഗ്രഹങ്ങളില്ലാത്തവനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് മുഫ്ലിസ്, പാപ്പരായവൻ എന്ന്. നബി തങ്ങൾ പറഞ്ഞു, അല്ല, ഞാൻ ഉദ്ദേശിച്ച പാപ്പരെന്ന് പറഞ്ഞാൽ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ കുറച്ച് ആൾക്കാരാണ്. യഅതി യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരും. ബിസ്വലാത്തിൻ, കുറേ നിസ്കാരമുണ്ട്, ഫർളും സുന്നത്തും ളുഹയും ഖിയാമുൽ ലൈലും നിസ്കരിച്ചിട്ടാണ് അവർ വരിക. വസിയാം, ഫർളും സുന്നത്തും നോമ്പെടുത്തവരാണ്. വസകാത്തിൻ, സമയബന്ധിതമായി സദഖയും സകാത്തും കൊടുത്തവരാണ്. വയതി ഖദ് ശതമഹാദാ വഖദഫഹാദാ ബഅകല മാലഹാദാ. പരലോകത്ത് വന്നപ്പോൾ ചില ആളുകൾ വന്ന് പറയാൻ തുടങ്ങി, ഈ കാണുന്ന വ്യക്തി എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി എന്റെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ട്, ഈ വ്യക്തി എന്റെ രക്തം ചിന്തിയിട്ടുണ്ട്, വളറബഹാദ, എന്നെ അടിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ഫയുഅതാഹാദാ മിൻ ഹസനാതിഹി,
പരാതി പറഞ്ഞ ഈ വ്യക്തിക്ക് ആ മനുഷ്യന്റെ നമസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ തുടങ്ങും. ഗീബത്തും നമീമത്തും പറഞ്ഞു നടന്നതിന്റെ സംഖ്യക്കനുസരിച്ച് ഇവന്റെ നന്മയിൽ നിന്ന് അക്കൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം പരാതിക്കാർ ഇനിയുമുണ്ട്. പക്ഷേ കൊടുക്കാൻ നന്മകളില്ലാതെ പോയാൽ അവരുടെ പാപങ്ങൾ എടുത്തുകൊണ്ട്, ഈ പരാതി പറഞ്ഞ വ്യക്തികളുടെ പാപങ്ങൾ എടുത്തുകൊണ്ട് അവന്റെ തലയിലേക്ക് ചാർത്തിക്കൊടുക്കും. എന്നിട്ട് അവനെ വലിച്ചെറിയപ്പെടും. സുമ്മ തുരിഹ ഫിന്നാർ, അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇങ്ങനെയാവോ നമ്മളെന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കുക. അവസാനം എല്ലാ നന്മകളും കൊണ്ട് ചെന്നിട്ട് പരലോകത്തെത്തിയപ്പോ നമ്മളെക്കുറിച്ച് ഒരുപാട് പരാതികൾ കൊണ്ട് ആളുകൾ വരുമ്പോ നമ്മുടെ നന്മയുടെ തങ്ങ് കൊടുത്ത് നമ്മൾ പപ്പരാകുന്ന അവസ്ഥ പേടിക്കണമെന്നാ പറഞ്ഞത്. 2, നമ്മളെക്കുറിച്ച് ഒരാൾ ഗീബത്ത് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കണ്ട. നമ്മളെക്കുറിച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ എന്തൊക്കെയോ എവിടേക്കോ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, വിഷമിക്കണ്ട. അള്ളാഹുവിന്റെ കോടതി വല്ലാത്തൊരു ഭാഗ്യമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖിയാമത്ത് നാളിൽ ഒരാളെ കൊണ്ടുവരും. ഇന്നൽ അബ്ദ ലയുഅതാ കിതാബ യൗമൽ ഖിയാമത്തി, കർമ്മരേഖ കൊണ്ടുവരപ്പെടും. ഫയറാ ഫീ ഹസനാത്തിൻ ലം യകുൻ അമിലഹ, കിതാബ് തുറന്നു നോക്കുമ്പോ കാണാം അവൻ ചെയ്യാത്ത കുറെ നന്മകൾ അവന്റെ കിതാബിൽ ഇങ്ങനെ രേഖപ്പെടുത്തി കാണുകയാണ്. ഫയഖൂൽ, അവൻ ചോദിക്കും, യാ റബ്ബി റബ്ബേ ഇതൊക്കെ എവിടുന്നാ? ഞാൻ ചെയ്തിട്ടില്ല, ഇത്രയൊന്നും നന്മ ഞാൻ ചെയ്തിട്ടില്ല, ഇതെന്താ ഇവിടെ കൂടുതൽ കാണുന്നുണ്ടല്ലോ? ഫയഖൂലു, അല്ലാഹ് മറുപടി കൊടുക്കും, ഹാദാ ബിമഗ്താബകന്നാസു വഅൻത ലാ തശ്ഉറു, നീ അറിയാതെ നിന്നെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഗീബത്ത് പറഞ്ഞ് നടന്നിരുന്നു, അവരുടെ നന്മകളാണ് ഈ കിടക്കുന്നത്. ഒരു വിഷമം വിചാരിക്കണം. നമ്മളെക്കുറിച്ചൊരു മനുഷ്യൻ ഗീബത്ത് പറയുന്നുണ്ടോ, അൽഹംദുലില്ലാ, നമ്മുടെ കിതാബിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ട് രേഖകളാക്കപ്പെടും. അത് ഓരോരുത്തരും തിരിച്ചറിയ. നമുക്ക് നഷ്ടമാണ്, നമ്മൾ അത്തരം സംസാരങ്ങളിലൂടെ നമുക്കാണ് നഷ്ടങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ വിശദീകരിച്ച കൂട്ടത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരകവും സ്വർഗവും ഒക്കെ കാണിച്ചു കൊടുത്ത മിഅ്റാജിന്റെ യാത്ര, ആ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി. ഓരോ കവാടങ്ങൾ തുറന്ന് മേലേക്ക് പോയി. നരകത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഖൗമൻ ലഹും അദ്ഫാറും മിൻ നുഹാസിൻ, ഒരു വിഭാഗം ആളുകൾ നരകത്തിലുണ്ട്. അവർക്ക് നല്ല ചെമ്പിന്റെ ഇരുമ്പിന്റേതായ നഖങ്ങളുണ്ട് അവരുടെ കയ്യിൽ. അവർക്കതാ ആ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് നുഹാസിൻ യഖ്മിശൂന ബിഹാ, കൂർത്ത നഖം, ആ നഖങ്ങൾ കൊണ്ട് അവർ അഭിമാനമായി കണ്ടിരുന്ന, സുന്ദരമായി കണ്ടിരുന്ന അവരുടെ മുഖം വലിച്ചു കീറും. നഖം കൊണ്ട് അവർ വലിച്ചിങ്ങനെ കീറുന്ന രംഗം കാണിച്ചു കൊടുത്തു. വുജൂഹഹും, അവരുടെ മുഖങ്ങൾ അവർ വലിച്ചു കീറും. വസുദൂറുഹും, അവരുടെ നെഞ്ചകം, അവരിങ്ങനെ നെഞ്ചിന്റെ ഭാഗവും അവർ നഖം കൊണ്ട് വലിച്ചു കീറിക്കൊണ്ടിരിക്കും. ഇത് കണ്ടപ്പോൾ വിഷമത്തോടെ ജിബ്രീലിനോട് ചോദിച്ചു, നബിയേ, നബി ചോദിക്കുകയാണ്, ജിബ്രീലേ, ഇതെന്താണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താണ് ഇവർ ചെയ്ത തെറ്റെന്ന് ചോദിക്കുകയാണ്. ജിബ്രീൽ കൊടുത്ത മറുപടി കേൾക്കണം, നമ്മൾ അതിൽ പെടുമോന്ന് പേടിക്കണം. ഹഉലാ, ഈ കാണുന്ന ആളുകളുണ്ടല്ലോ, അല്ലദീന യഅകുലൂന ലുഹൂമന്നാസ്, ജനങ്ങളുടെ മാംസം തിന്നുന്നവരായിരുന്നു. ഗീബത്ത് പറയുന്നവരായിരുന്നു, ജനങ്ങളുടെ മാംസം തിന്നുന്നവരായിരുന്നു. വയഖഊന ഫീ അറാളിഹിം, ജനങ്ങളുടെ അഭിമാനം പിച്ചി ചീന്തുന്നവരായിരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കഅബയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ വാക്കിന്റെ ഗൗരവം. ജനങ്ങളുടെ അഭിമാനം നശിപ്പിച്ചവരായിരുന്നു. അതേപോലെ തന്നെ ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്ന, നാവുകൊണ്ട് തിന്നുന്ന, പല്ലുകൊണ്ട് തിന്നില്ല, നാവുകൊണ്ട് തിന്നുന്ന സ്വഭാവം. അതുകൊണ്ടാണ് ഈ ശിക്ഷ അവർ അനുഭവിക്കുന്നത്. നരകക്കാരായ ആളുകളെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ കാണാൻ സാധിക്കും. ഇന്ന റജുലാ ലയതകല്ലമു ബിൽ കലിമതി മാ യുൽഖി ലഹാ ബാലൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാംസം ഇതുപോലെ തിന്നുകയാണെങ്കിൽ യഹ്വി ബിഹാ ഫീ നാരി ജഹന്നം, അവനെ നരകത്തിൽ നിന്നും തീറ്റിപ്പിക്കാതിരിക്കൂല. ദുനിയാവിൽ മനുഷ്യന്മാരെ പച്ചർച്ച തിന്നാല് നരകത്തിൽ നിന്ന് അവനെ തീറ്റിപ്പിക്കാതെ പോകില്ല. നരകത്തിലേക്ക് എത്തേണ്ട പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുക.
2 ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്നത്. നബിതങ്ങൾക്ക് വഹയി കിട്ടി. നമ്മളൊരു ഖബറിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ നമുക്കൊന്നും തിരിയില്ല. നബിതങ്ങൾ ഖബറിന്റെ അടിയിലൂടെ നടന്നിങ്ങനെ പോയപ്പോ നബിതങ്ങൾ ഇന്നഹുമാ യുഅദ്ദിബാൻ, അവർക്ക് 2 പേർക്കും ശിക്ഷയുണ്ടെന്ന് നബിതങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഇവരെ 2 പേരും ഇപ്പോൾ ശിക്ഷിക്കപ്പെടുകയാണ്. വമാ യുഅദ്ദിബാനി ഫീ കബീർ, വലിയ തെറ്റിനൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ബലാ ഇന്നഹു കബീർ, അവർ 2 പേരും വിചാരിച്ചത് ഞങ്ങൾ ചെയ്തത് വലിയ കുറ്റങ്ങളൊന്നുമല്ല എന്നായിരുന്നു. പക്ഷെ അള്ളാന്റെ അടുത്ത് വലിയ കുറ്റങ്ങളായി കാണുന്നതാണ് അവർ ദുനിയാവിൽ ചെയ്തത്. അതിന്റെ ശിക്ഷ ഖബർ മുതൽ അനുഭവിക്കുക. ആരാണ് ഒന്നാമത്തെയാൾ? ഫകാന യംശി ബിൻ നമീമതി, ഏഷണി പറഞ്ഞ ദുനിയാവിൽ നടന്നോന് ഖബർ മുതൽ അദാബുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്ത് എത്തേണ്ട ആവശ്യമില്ല, പരലോകത്ത് വിചാരണ ചെയ്യേണ്ട ആവശ്യമില്ല, ഖബർ മുതൽ അനുഭവിക്കേണ്ടി വരും. അമ്മൽ ആഖർ, രണ്ടാമത്തെ ആള് ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, മലമൂത്ര വിസർജന സമയത്ത് മറ സ്വീകരിക്കാത്തവരാണ്. തന്റെ മലമൂത്ര വിസർജന സമയത്ത് തന്റെ ശരീരത്തിന്റെ ഔറാത്തുകൾ ജനങ്ങൾ കാണാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടവരായിരുന്നു. അത് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഖബറിലെ അദാബുകൾ ലഭിക്കപ്പെടുകയാണ്. അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഫകം അഫ്സദത്തിൽ ഗീബത്തു മിൻ അഅമാലി സ്വാലിഹീൻ, എത്ര നല്ല മനുഷ്യന്മാര് ഗീബത്ത് കൊണ്ട് കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഇത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ അത്തരം സ്വഭാവങ്ങൾ ഇല്ലാതാക്കണമെന്ന സൂചനയാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം നവവി അവിടുത്തെ അൽ അദ്കാറിൽ പറയാണ്, നാവിനെ നല്ല പോലെ നിയന്ത്രിക്കാം, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. നമ്മുടെ ഓരോ സംസാരങ്ങളും ചിലപ്പോൾ തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. സമയവും ആളും കൂടുന്നതിനനുസരിച്ച് വിഷയങ്ങൾ മാറി മാറി വരും. പിന്നീട് പലതിലേക്കും പോകും. ചായക്കടയിലെ മേശമ്മയിൽ ഇരുന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? പള്ളി വരാന്തകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ആരെക്കുറിച്ചാണ്? വീടുകളിൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ സഹോദരിമാർ ചാരിയിരുന്ന് മരച്ചുവട്ടിലും തിണ്ണകളിലും ഇരുന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? എന്താണ്? ഓരോ സ്ഥലങ്ങളെ കുറിച്ചും ആലോചിച്ച് നോക്കും നിങ്ങൾ. ആ നിലക്ക് നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലും കടത്തിണ്ണകളിലും ക്ലബ്ബുകളിലും ഒക്കെ ഇരുന്ന് സംസാരത്തിന്റെ തുടക്കം എന്തെങ്കിലും പൊതുവിഷയങ്ങളായിരിക്കും. പിന്നീട് വ്യക്തി കേന്ദ്രീകൃതങ്ങളായി പടർന്ന് പന്തലിച്ച് ഗീബത്തിന്റെ പുതിയ വേർഷനുകൾ കടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക അലൈക ലിസാനക്, നീ രക്ഷപ്പെടണോ, രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നാവിനെ പിടിച്ചു വെച്ചോ, നാവിനെ നിയന്ത്രിച്ചോ, നിനക്ക് രക്ഷയുണ്ട്. മഹാനായ അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗീബത്തു അശദ്ദു മിനസ് സിന, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന. വ്യഭിചാരം നമ്മൾ ആരെങ്കിലും സമ്മതിക്കോ? വ്യഭിചാരം നല്ലതാണെന്ന് ആരെങ്കിലും അഭിപ്രായം പറയോ? വ്യഭിചാരത്തെക്കാൾ കഠിനമാണ് ഗീബത്ത്. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അതെന്താ നബിയെ, വ്യഭിചാരത്തെക്കാൾ വലുതോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇന്ന റജുല, ഒരു മനുഷ്യൻ, ലയുസിനി, അയാള് വ്യഭിചരിച്ചു, ഫയതൂബു, അയാളങ്ങ് തൗബ ചെയ്താൽ, ഫയതൂബുല്ലാഹു അലൈഹി, അല്ലാഹു തൗബ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഫയതൂബു ഫയഗ്ഫിറുല്ലാഹു ലഹു, അല്ലാഹു പുറത്തു കൊടുക്കും. വഇന്ന സ്വാഹിബൽ ഗീബ, ഗീബത്തിന്റെ വക്താവ്, ലാ യുഗ്ഫറു ലഹു, അയാൾ എത്ര തൗബ ചെയ്തിട്ടെന്താ, എത്ര ഇസ്തിഗ്ഫാർ നടത്തിയിട്ടെന്താ, ഹത്താ യഗ്ഫിറഹാ ലഹു സ്വാഹിബുഹു, അവൻ ആരെക്കുറിച്ചാണോ പറഞ്ഞു നടന്നത് അവൻ പുറത്തു കൊടുക്കാതെ അവന് തൗബയില്ല. നമ്മൾ നാട്ടുകൂടെ വാഹനം വിളിച്ചു പോണ്ടിരും പറഞ്ഞ വ്യക്തികളെ മുഴുവൻ പൊരുത്തപ്പെടിക്കണമെങ്കിൽ. ഗൗരവമാണ്. എത്ര വലിയ പാപകരമായിട്ടാണ് അതിനെ സൂചിപ്പിച്ചത് എന്ന് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധേന നമ്മുടെ ജീവിതത്തിലെ സംസാരത്തിനെ, പെരുമാറ്റങ്ങളെ, ഇസ്ലാമിന്റെ അടിസ്ഥാനകരമായ ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധയൂന്നാനും ചെയ്തു പോയ എല്ലാ നിലക്കുമുള്ള അബദ്ധങ്ങളുടെ തൗബയെക്കുറിച്ച് ആലോചിക്കാനും വാക്കുകളും സംസാരങ്ങളും ഏറ്റവും മികച്ചതാക്കി മാറ്റാനും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരിൽ, സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين
والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്വിശ്വാസികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ദീനിന്റെ ഷിആറുകളെ മാനിച്ചുകൊണ്ട് സൽസ്വഭാവികളായി നല്ലവരായി ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടക്കിടക്ക് വന്നും കയറിക്കൊണ്ടിരിക്കുന്നതാണ് രോഗവും ആരോഗ്യവും എന്നത്. ഇന്ന് ആരോഗ്യവാനായ മനുഷ്യൻ ചിലപ്പോൾ അടുത്ത സെക്കൻഡുകൾ മുതൽ തളർന്നു വീണ ഒരു രോഗിയായി മാറാം. രോഗിയായി ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ലെന്ന് പറഞ്ഞവർ കാലങ്ങളോളം എണീറ്റ് നടന്നിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഒരു മനുഷ്യന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് സബർ. രോഗികൾ ക്ഷമിക്കുന്നവരായി മാറും. വഹ്തിസാബ്, ഈ കാലം അത്രയും, ഈ അസുഖം മാറുന്ന അത്രയും കാലം എനിക്ക് അല്ലാഹുവിന്റേക്കെന്ന് പ്രത്യേകം പ്രതിഫലം കിട്ടുന്നുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കണം. അപ്പൊ പിന്നെ അക്ഷമനാവില്ല. ഒരു രോഗി ഒരിക്കലും അക്ഷമനായി മാറാൻ പാടില്ല. 2 ദിവസം കടന്നു, അസുഖം ഡോക്ടറെ കാണിച്ചിട്ട് മാറില്ല. ആ ഡോക്ടർ എന്ത് ഡോക്ടറാന്ന് ചോദിക്കും. അയാൾ എന്ത് മരുന്ന് തന്നിരിക്കും. നിമിഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതല്ലെങ്കിൽ തന്റെ രോഗത്തോട് ഒന്ന് മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടാതെ പോകുന്നവർ, അക്ഷമയാകുന്നത് നീ അവസാനിപ്പിക്കണം. അള്ളാഹുവിന്റെ വിധിയിൽ നീ കോപിക്കരുത്. ഞാനൊക്കെ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ഞാനൊരു സിഗരറ്റ് പോലും വലിക്കുന്നില്ല, എനിക്കൊക്കെ എന്തിനാണ് ക്യാൻസർ തന്നിരിക്കുന്നത്? ചോദിക്കരുത്. അള്ളാഹുവിന്റെ വിധി എന്താണെങ്കിൽ ആ വിധിയെ കോപത്തോടെ നീ സ്വീകരിക്കരുത്. പിന്നെയോ വശക്വ ഇലല്ലാ, നീ നിന്റെ ആവലാതി വിഷമങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കണം. നീ ആത്മാർത്ഥമായി വിനയാന്വിതനാവാൻ, നമ്മളൊന്ന് കീഴ്പ്പെടാനാണ് ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ ആവലാദികൾ, വേവലാദികൾ സങ്കടത്തോടെ ബോധ്യപ്പെടുത്തുന്നവരായി മാറണം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 18 കൊല്ലം രോഗം ബാധിച്ച് ദുരിതത്തിന്റെ ജീവിതഘട്ടത്തിൽ അയ്യൂബ് നബി കാണിച്ചതുപോലെ അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, നീ എന്നോട് കരുണ കാണിക്കണേ, ഞാൻ വലിയ വിപത്തിലും പ്രയാസത്തിലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൂബ് നബി ക്ഷമിച്ചതുപോലെ ആവണമെന്നർത്ഥം. അനുവദനീയമായ മുബാഹായ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുക. ഹറാമാക്കപ്പെട്ട, വിലക്കപ്പെട്ട ചികിത്സകൾ ഉപയോഗപ്പെടുത്താതിരിക്കുക. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഖംർ, മദ്യത്തിന്റെ അംശങ്ങൾ എടുത്ത് ചികിത്സിക്കുന്ന ഘട്ടം വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ഹറാമുൻ ലൈസ ഫീഹി ദാഉൻ, അതിലൊരു മരുന്നുമില്ല, നിങ്ങൾ ഹറാമു കൊണ്ട് ചികിത്സിക്കരുത്. ഹറാമായ ചികിത്സാ രീതികൾ നാട്ടിൽ പല മേഖലകളിലും കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ചില രോഗികളെങ്കിലും അവരുടെ രോഗത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ അവർ അഭയം പ്രാപിച്ച റബ്ബിലേക്ക് മടങ്ങുന്നതിന് പകരം അവരുടെ കൈത്തണ്ണകളിൽ, അവരുടെ കാലുകളിൽ, കഴുത്തിൽ, അരയിൽ ചിലപ്പോഴൊക്കെ തമായിമുകൾ കെട്ടിവെക്കാറുണ്ട്. തമായിം എന്ന് പറഞ്ഞാൽ ഏലസുകൾ കെട്ടിവെക്കും. ഒലമാക്കന്മാര് പറയാ, തൊലാസിമുകൾ, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അറബിയിൽ എഴുതി കുട്ടിവെച്ച ചില സാധനങ്ങൾ കെട്ടിവെച്ച് തൂക്കുക. ഖറസ്, ഖയൂത്ത്, ഖലായിദ്, ഹൽക്ക്, കഴുത്തില്, കാലില്, തണ്ണയിലൊക്കെ കെട്ടിവെക്കുന്ന നൂലോ ചരടോ ഏലസുകളോ ഉണ്ടെങ്കിൽ അയാൾ അതിൽ നിന്നാണ് ഖൈറും ഷർറും പ്രതീക്ഷിക്കുന്നത്. അതവന് പാടില്ലാത്തതാണത്, ഷിർക്കിലേക്കുള്ള അവന്റെ മാർഗങ്ങളാണ്. ചിലതൊക്കെ ഷിർക്കുമാണ്. ഗൗരവത്തോടെ ഉലമാക്കന്മാര് പറഞ്ഞു, ഒരു രോഗിയിൽ അതുണ്ടെങ്കിൽ നിങ്ങളത് മുറിച്ചു മാറ്റണം. അങ്ങനെ മരിച്ചു പോകുന്ന ഒരാളുടെ അവസ്ഥ ഒരു പ്രസ്ഥാന വിഷയമല്ല പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യന്റെ ജീവന്റെ, പരലോകത്തിന്റെ, മരണത്തിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ മൻ അല്ലഖ തമീമതൻ, ഒരാൾ തമീമത്ത് കെട്ടിവെച്ചാൽ ഫഖദ് അശ്റക, അവൻ അതിൽ ശിർക്ക് ചെയ്തു.
50 രൂപന്റെ ഏലസ് കൊണ്ട് ശിർക്കാവൂ എന്ന് ചോദിച്ചാൽ രൂപ നോക്കിയല്ല അത് തീരുമാനിക്കുന്നത്. അതിലൊരു വിശ്വാസമുണ്ട്, ഇത് എന്നെ രക്ഷപ്പെടുത്തും, ഇത് അവിടുന്ന് കൊടുന്നതാണ്, ഇത് ഇന്നയാള് കെട്ടിയതാണ്, ഇത് ഇന്നയാൾ ഊതിയതാണ്. ഈ വിശ്വാസം നിനക്ക് ഷർറുകൾ ഉണ്ടാക്കുമെന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗൗരവത്തോടെ കാണുക. രോഗികളെ സന്ദർശിക്കാൻ ഇസ്ലാം പറഞ്ഞു. രോഗികളെ സന്ദർശിക്കുന്നതിൽ ആ രോഗിക്ക് സന്തോഷമാണെങ്കിൽ സന്ദർശിക്കാം. അയാൾക്ക് നമ്മൾ വരുന്നത് ഇഷ്ടമില്ലെങ്കിൽ പോകാതിരിക്കുക. രോഗിയുടെ സന്തോഷമാണ് പ്രിയം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. ലാ ബഅസുൻ അലൈക് തഹൂറുൻ ഇൻഷാ അല്ലാഹ്. രോഗിന്റെ അടുത്ത് വന്ന് സമാധാനത്തോടെ നിങ്ങൾ വിഷമിക്കണ്ട, രോഗം മാറും, ശിഫയാകും, പ്രയാസപ്പെടണ്ട എന്ന് പറയാനാണ് നമ്മൾ പോകുന്നത്. പറ്റുമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയിക്കപ്പെടുക. എല്ലാ മരുന്നുകളും എല്ലാ ഡോക്ടറുടെ അടുത്തും എല്ലാം നോക്കാറുണ്ട്. ഇസ്ലാം പറഞ്ഞ ഒരു ചികിത്സയുണ്ട്. ഒരു രോഗിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. അതുപോലെ തന്നെ ഖുർആൻ കൊണ്ടുള്ള ശിഫയെ കുറിച്ച് മറന്നു പോകുന്നുണ്ടോ? നമുക്കൊരു രോഗം ബാധിച്ചാൽ നമ്മൾ സ്വമേധയാ ചെയ്യേണ്ട ഒരു ചികിത്സയുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, നാസ്, ഫലക്ക് സൂറത്ത് കൈകളിലേക്ക് ഊതിയിട്ട് എന്നിട്ട് ഓതിയിട്ട് ശരീരം മൊത്തം ഒന്ന് തടവുക. അതൊരു സാധാരണഗതിയിൽ ഒരു രോഗം ബാധിച്ച വ്യക്തി ചെയ്യേണ്ടതാണ്, മറ്റു ചികിത്സകളുടെ കൂടെ തന്നെ. ഇനി ഒരു രോഗിക്ക് അത് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ കൂടെ ചെല്ലുന്ന ഒരാൾക്ക്, അയാളെ സന്ദർശിക്കുന്ന ഒരാൾക്ക് അത് ചെയ്തു കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചു തന്ന ഹദീസിലുണ്ട്. ആ സൂറത്തുകൾ, ആ ഫലക്ക്, നാസ് പോലെയുള്ള സൂറത്തുകൾ ഓതിയിട്ട് ആ രോഗിക്ക് തടവിക്കൊണ്ട് നബിതങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് പുരുഷന്മാരായ രോഗികളുടെ തലയിൽ കൈവച്ചുകൊണ്ട് നബിതങ്ങൾ പ്രത്യേകമായി ഇത്തരത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ രോഗം ബാധിക്കുന്ന മനുഷ്യരോരോരുത്തരും അവരവരുടെ വസീയത്തുകൾ കൃത്യമായി രേഖപ്പെടുത്തണം. ഞാൻ മരിച്ചാൽ എന്റെ വീട്ടിൽ 3, 7, 15 മാമൂലുകൾ കൊണ്ട് നടത്തരുത്. എന്റെ മരണത്തിന്റെ പേരിൽ ആർത്തല്ലഹസിച്ച് കരയാൻ പാടില്ല. എന്റെ മയ്യത്ത് ഇന്ന സ്ഥലത്ത് മറവ് ചെയ്യണം. ഇത് മയ്യത്തിനെ കാത്തു നിൽക്കുകയാണ്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കാത്തുനിൽപ്പ്, 2, 3 ദിവസം നിൽക്കേണ്ടുന്ന അവസ്ഥകൾ. എത്രയും പെട്ടെന്ന് ജനാസ മറവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തണം. ഒരു വ്യക്തിക്ക് വേണ്ടി നാട്ടിലൊരു മഹല്ല് മുഴുവൻ ഇവിടെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കേണ്ടി വരുന്നവർ, അയാൾക്ക് വേണമെങ്കിൽ വരാനുണ്ടെങ്കിൽ വന്ന് കബറിങ്ങ വന്ന് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇസ്ലാമിൽ സുന്നത്തുണ്ടല്ലോ. എത്രയും വേഗത്തിൽ എന്റെ ജനാസ കർമ്മങ്ങൾ പൂർത്തിയാക്കണം. ഞാൻ എവിടെ വെച്ചാണോ മരിക്കുന്നത് പരമാവധി അവിടെ തന്നെ എന്നെ മറവ് ചെയ്യണം. തുടങ്ങിയ രോഗത്തിന്റെ ഘട്ടത്തിലും അല്ലാത്തപ്പോഴും വസിയത്തുണ്ടാവണം. അതിനേക്കാൾ ഉപരിയായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടം, നമ്മുടെ ബാധ്യതകൾ നമ്മുടെ ഭാര്യ അറിയണം. ഈ പരിസരത്ത് തന്നെ ഉണ്ടായ ചില മരണങ്ങൾ നമ്മൾ പഠിപ്പിക്കുക. മരിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപന്റെ കടത്തെക്കുറിച്ച് വന്നപ്പോ മക്കള് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, ഭാര്യ പറഞ്ഞു എനിക്കറിയില്ല. ആരും അറിയാത്ത കടങ്ങൾ മേടിച്ചു കൂട്ടി ഖബറിനകത്തേക്ക് ശിക്ഷയ്ക്കുള്ള കാരണം വിളിച്ചു വരുത്തുന്നവർ ചെയ്യുന്നത് വലിയ അപരാധമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകുന്ന ഒരു അവസരമാണ് രോഗമെന്നത്. അപ്പോഴെങ്കിലും നമ്മൾ കൃത്യമായി നമ്മുടെ ഇടപാടുകളെ കുറിച്ച് ഓരോ രാത്രിയും കടന്നുറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ അറിയിക്കണം. നാളെ പ്രഭാതത്തിൽ നമ്മുടെ അവസ്ഥ അറിയില്ല. അതുകൊണ്ട് ഇടപാടുകൾ വളരെ സൂക്ഷിക്കുക. സകാത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം. നമ്മൾ ഓരോരുത്തരും റമദാനിൽ എത്രമാത്രം ശ്രദ്ധിച്ചവരാണ്. അതേപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും വർഷം കണക്ക് കൂട്ടി സകാത്ത് കൊടുക്കേണ്ടവർ അത് കൃത്യമായി ഈ പള്ളിയിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്, ഇടയ്ക്ക് വെച്ചെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സകാത്ത് റമദാനിലേക്ക് കാത്തു നിൽക്കേണ്ട. നമ്മുടെ സമയം എപ്പോഴാണോ വർഷം പൂർത്തിയായതെങ്കിൽ ഉടൻ അത് നൽകാൻ വേണ്ടി ഒരുങ്ങണം. എത്രത്തോളം ഒരാൾ മരിച്ചാൽ അയാളുടെ സമ്പത്തിൽ നിന്ന് അയാൾക്ക് സക്കാത്തുണ്ടെങ്കിൽ ആ സക്കാത്തിൻ്റെത് വേറെ ആൾ കൊടുക്കണം. അതിന് അവസരമുണ്ടാക്കാതിരിക്കാനാ സമയബന്ധിതമായി അത് പാലിക്കാൻ പറഞ്ഞത്. ലഖിനോ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായി എന്ന് കണ്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. മരണാസന്നനായ വ്യക്തിന്റെ അടുത്ത് വലിയ ശ്രദ്ധയുണ്ടാവണം. അവിടെ ഇരുന്ന് നമുക്ക് ഖുർആൻ ഓതാം. കാരണം അവിടെ റഹ്മത്ത് ഇറങ്ങുന്നതാണ്. ഖുർആൻ റഹ്മത്താണ്. റഹ്മത്ത് ലഭിക്കാൻ കാരണമാണ്. നമ്മളൊക്കെ മരിച്ചതിന് ശേഷമാണ് എല്ലാവരും ഖുർആൻ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന പലരും. എന്നാൽ രോഗിന്റെ അടുത്ത് ഇരുന്ന് നിങ്ങൾ നല്ലത് പറയണമെന്നും നല്ലത് പ്രാർത്ഥിക്കണമെന്നുമുണ്ട്. അവർക്ക് റഹ്മത്ത് ലഭിക്കാൻ കാരണമാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളൊക്കെ അവിടെയും റീൽസും പാട്ടുമൊക്കെയായി കടന്നു പോകുന്നുവെങ്കിൽ എത്ര വലിയ ദയനീയാവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യൻ അവന്റെ മരണാസന്നനാകുന്ന സമയത്ത് പ്രിയപ്പെട്ട ബന്ധുക്കൾക്ക് നടുവിൽ, പ്രിയപ്പെട്ടവർക്കിടയിൽ വന്ന് മരിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പലരും പറയാണ്, ഉമ്മാനെ അവസാനത്തിൽ ആ കടന്ന് പ്രയാസപ്പെടുന്നത് എനിക്ക് കാണാൻ വലിയ പ്രയാസമായി, ഞാൻ ICUവിലേക്ക് കയറ്റാൻ പറഞ്ഞു. ICUവിൽ ആരാണ് ചൊല്ലിക്കൊടുക്കാൻ?
ICUവിൽ ആരാണ് വെള്ളം കൊടുക്കാൻ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റെടുക്കണം. അവസാന നിമിഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്ത് ഒരു സമുദ്രം നിറച്ച് വെള്ളം കൊടുത്താൽ കുടിക്കാൻ മാത്രമുള്ള ദാഹത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വേദന അനുഭവിച്ച് അവസാനം മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് അപാരമായ വേദനയാണ്. നബിതങ്ങൾ മനുഷ്യരിൽ 2 പേർ അനുഭവിക്കുന്ന വേദന അനുഭവിച്ചുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ആ മരണം റാഹത്തുള്ള ഒരു മരണമാകണമെങ്കിൽ ജീവിതം നന്നാവാതെ മരണം നന്നാവില്ല, സ്വഭാവം നന്നാവാതെ മരണം നന്നാവില്ല, സാമ്പത്തികം നന്നാവാതെ മരണം നന്നാവില്ല, പ്രിയപ്പെട്ട ബന്ധുക്കളോട് വീട്ടുകാരോട് മാന്യനാവാതെ മാന്യമായി മരിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ അഹലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് വൈകുന്നേരത്ത് 5 മണി സമയത്ത് നമ്മുടെ പരിസര പ്രദേശമായ കോമത്ത് കുന്നുംപറമ്പിൽ അൽ ബയാൻ എന്ന് പറയുന്ന ഒരു ഖുർആൻ പഠന സെന്റർ ആരംഭിക്കുകയാണ്. ശിഹാബ് അടക്കര മൗലവി അടക്കം പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാവണം. ഒരു പുതിയ പ്രദേശത്ത് ദീനിന്റെ ഒരു സംരംഭം വരികയാണ്. CRE ക്ലാസുകളും ഖുർആൻ ക്ലാസുകളും ഹിഫ്ള് സെന്ററുകളും ഒക്കെയായി ആ നാടിലെ ഒരു നല്ല പ്രകാശ കിരണമായി അവിടെ മാറാനിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ തുടക്കക്കാരാവണം. അവിടെ കസേരയിടാൻ, അവിടെ വെള്ളം കൊടുക്കാൻ, അവിടെ വരുന്ന ആളുകളെ സഹായിക്കാൻ, അതിന്റെ തുടക്കക്കാരായതിന്റെ പ്രതിഫലം വാരിക്കൂട്ടാൻ നമ്മൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു സഹകരണം പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനുള്ള മരണം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.